എന്തായി? പറയാൻ പറ്റില്ല. ഞാനെന്തോ ലൈൻ അടിക്കാൻ ചെന്നു അവളുടെ വിചാരം. അതേലോ, മനസ്സിൽ ഇത്തിരി ലൈൻ ഉണ്ടല്ലോ. എന്താ നോക്കണേ? എന്ത് ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്താണെന്ന് അറിയാത്തൊരു പെൺകുട്ടിയുടെ അടുത്ത് എന്തിനാ നിനക്ക് ഇത്ര പേർക്ക് സിമ്പതി? അതൊരു ജീവന അപകടത്തിൽ പറഞ്ഞാന്ന് വിചാരിച്ചിട്ടാ. അയ്യോ, ഒരു പുണ്യാളച്ചൻ. ബോംബ് പൊട്ടിച്ചാകാനാണ് വിധിയെങ്കിൽ നമുക്ക് തടക്കാൻ പറ്റില്ലടാ. നോക്കിയൻ, അറിയാത്ത പിള്ളിക്ക് ചൊറിയും പറയും. നീ ഇവിടെ കുറുങ്ങി കണ്ട് ഇറങ്ങി വാ. നീ അങ്ങോട്ട് നോക്കി. അയ്യോ, അതെന്തത്? തല തപ്പണതാണോ? അയ്യോ, എന്താണോ ഇതിനകത്ത്? ഒരു ബോംബ് നോക്കാൻ വന്ന. ബോംബാ? എന്താ അവൻ പോയി? നീ ബോംബ് എടുക്ക. അമ്മേ, ബോംബ്! ഒരു ബോംബൻ ബ്രദറിനെ കണ്ടോ? എന്നെ ഓടിച്ചു വരുന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ നിൽക്കാൻ. ചേട്ടാ, ഒരു ബോംബ് വയ്ക്കുന്ന ആളുകൾ വന്നോ? ഇല്ലേ? ഹായ്. ചേട്ടാ, അതാ ബാഗ്. ഇതിവിടെ വെച്ചിട്ട് പോയാലേ കള്ളന്മാരൊക്കെ സ്ഥലമാ. ചേട്ടോ, ബാഗ്. ചേട്ടോ, വേണ്ട, ചെവി കേൾക്കൂലേ? വേണ്ട, ബാഗ്. ബോംബ് വെച്ചിട്ടുള്ള കല്യാണം കണ്ടേ? പിന്നെയും പെട്ടു. അച്ഛനെ, ഒരു ബോംബായിട്ട് ഒരാൾ പോണണ്ട. ഈ ബോംബ് വെച്ച് ഈ പിന്നെ എവിടെ പോയിരിക്കണത് അറിയില്ല. അതിപ്പോ പൊട്ടോ, എനിക്കിവിടെ പോണം. ഒരു ബാഗൊക്കെ ആയിട്ട് വൃത്തിയേട്ട കുള്ളൻ, കറുത്ത കണ്ണട വെച്ചവൻ. എന്റെ അച്ഛൻ എന്നെ കണ്ട അറിയാൻ പാടില്ലേ? എനിക്ക് എന്താ കാണിക്കുന്നേ? അത് പെണ്ണല്ല, പ്രതിമയാ. കാലത്ത് ഇറങ്ങിയുള്ള എടുത്തമാര് ഒരു പെണ്ണിന്റെ പ്രതിമയെ പോലും വെറുതെ വിളിന്ന് പറഞ്ഞേ. സോറി. തന്റെ ഒരു സോറി. Take it easy. Okay, bye. I'm sorry. പെണ്ണിനെ എവിടെ പോയി തപ്പും? ബോംബാറ്റം പൊട്ടി എന്റെ കൂളിംഗ് ഗ്ലാസ് പോലെ. ദൈവമേ, ആരാണ് പറഞ്ഞത്? നമസ്കാരം. ഹായ്. ഇതൊന്ന് പിടിക്കോ? മൂത്രം ഒഴിക്കാനാ. കൊറേ ഉണ്ടേ മൂത്രം. രക്ഷപ്പെട്ടു. അവിടെ പൊട്ടിക്കോളും. ഇയാക്കുന്ന തലയില്ലേ? ഫ്രണ്ടി, എന്താണത്? അയ്യേ, ബോംബിന്റെ ഈ പണി. അവൻ രക്ഷപ്പെടുമോ? എന്താടാ ബോംബ് പൊട്ടി? ബോംബ് മിസ്സായി. മിസ്സാകാൻ വഴിയില്ലല്ലോ, ബാഗിലിട്ടല്ലോ. ബോംബ്. വാതിൽ മാറിപ്പോയാ ഇപ്രാവശ്യം ബോംബ് മിസ്സായല്ലോ സാർ.
ഇതാണ് മിസ്സിംഗ് ബോംബ് ഓപ്പറേഷൻ. ഏ? ആ, നമ്മൾ വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. അവൾക്കത് വിധിച്ചിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടും. റെഡി വിട്ടോടോ. ആറ് കോഴി. ആരാ? അത് ഞാൻ ചോദിക്കില്ലേ? ഓ. ആരാ? ഞാൻ- ഇരിക്കുമ്പോ വാലാടണ്ട. കുടുംബത്തൊരാള് വന്നാ ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട്. ആരാ? എന്താണ് ഇരിക്കണത്? ഇക്കൂട്ടത്തിൽ ശരിക്കും ആരാ എന്ന് ചോദിക്കാൻ അർഹതയുള്ള തല ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ കാർത്തേനി കുഞ്ഞമ്മേ, ഉം. ആരാ? ഞാൻ ബെഞ്ചമിൻ സി കുരുവിള. നസ്രാണിയാണല്ലേ? അല്ല, ക്രിസ്ത്യാനിയാണ്. ഇനി വല്ല മുനിസിപ്പാലിറ്റിന്നും വന്നതാണോ? അല്ല, പിന്നെ ഞാൻ ആര് എന്നത് പ്രശ്നമല്ല. ഇത് മിസ് നന്ദിനി മേനോന്റെ വീടാണോ എന്നാണ് എനിക്കറിയേണ്ടത്. അതെ. ഒരു കോറസിന്റെ ആവശ്യമില്ല. ഓ. നിങ്ങളൊക്കെ നന്ദിനിയുടെ ആരാ? ഞാൻ ചെറിയമ്മായി. ആ. ഞാൻ വലിയമ്മായി. ആ, ഞങ്ങള് ഭർത്താക്കന്മാരാ. ആ, അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനും ഭർത്താവാ. ഏ? നന്ദിനിക്കുട്ടിയുടെ ഭർത്താവാകും പോണ ആളാ. അയ്യോ പാവം. സാർ എന്ത് കൃത്യമായിട്ട് പറഞ്ഞു. സാർ, ഞാൻ മീനാക്ഷി, ഇവിടുത്തെ. കുതിരക്കാരിയാണല്ലേ? അയ്യേ. പിന്നിരിച്ചോണ്ട് നിൽക്കാതെ പോയി നന്ദിനി മോളെ വിളിച്ചോണ്ട് വാ. അയ്യോ, അതെ, ആരാണെന്ന് പറയണം. ഒരു അഭ്യുദയകാംക്ഷയാണെന്ന് പറഞ്ഞാൽ മതി. എന്ത് കാമാക്ഷി? അഭ്യുദയകാംക്ഷ. മനസ്സിലായി, മനസ്സിലായി. അയ്യോ, മനസ്സിലായി. ബോംബോ? ഞാൻ പറഞ്ഞത് തമാശയല്ല. ഐ എം വെരി സീരിയസ്. വിശ്വസിക്കാവുന്ന ഒരാൾ തന്ന റിപ്പോർട്ടാണ്. ആര്? കാർ മെക്കാനിക് പ്രസാദ്. You mean that stupid guy? സാറിന് ഫൂളാക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയ കള്ള കഥയാണത്. വാട്ട്? Sure. എന്റെ പുറകെ 1-2 പ്രാവശ്യം വേഷം കെട്ടുകൊണ്ട് വന്നതാ. ഒരു റൊമാൻറ്റിക് ലൈൻ. ആണോ? Of course. I'm telling the fact. എന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാറിന് കരുവാക്കിയതാ. ഓഹോ. അയാളുടെ വാക്കും കേട്ട് സാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചല്ലോ. How stupid. Oh, I'm sorry, I'm sorry. എന്നെ അവൻ ഫൂളാക്കി എന്നാണോ നന്ദിനി പറയുന്നത്? ഓ, ഇത്രയും പറഞ്ഞിട്ട് സാറിന് ബോധ്യാവുന്നില്ലേ? ഓക്കെ. ബെഞ്ചമിൻ സി കുരുവിളെ ഫൂളാക്കി ഒറ്റൊരുത്തനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. സോറി ടു ട്രബിൾ യു. It's all right. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്റെ റോക്ക് റാപ്പ് കാസറ്റ് കേട്ടോ? കേട്ടു. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? പോലീസുകാർക്കിടയിലും കള്ളന്മാരുണ്ടെന്ന് മനസ്സിലായി. മുഴുവൻ ട്യൂണും മോഷണോ? താങ്ക് യു. അയ്യോ.